ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്ത് പൊട്ടിത്തെറിച്ച കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:52-നാണ് സ്ഫോടനം ഉണ്ടായത്. ഇതിന് തൊട്ടു മുമ്പായിട്ടുള്ള CCTV ദൃശ്യമാണ് പുറത്തുവന്നത്. ചെങ്കോട്ടയ്ക്കടുത്തുള്ള സുനഗ്രി മസ്ജിദിന് സമീപം ഏകദേശം 3 മണിക്കൂറോളം കാർ നിർത്തിയിട്ടിരുന്നു. കാർ വൈകിട്ട് 3:19-ന് പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതും 6:48-ന് പുറത്തു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. തുടക്കത്തിൽ ഡ്രൈവറുടെ മുഖം വ്യക്തമായി കാണാമെങ്കിലും കാർ മുന്നോട്ട് പോകുമ്പോൾ മുഖം മറച്ച ഒരാളാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച കാർ പുൽവാമ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തൽ. ഹരിയാന നമ്പർ പ്ലേറ്റുള്ള ഹുണ്ടായ് i20 കാറിലാണ് സ്ഫോടനമുണ്ടായത്. NIA, NSG, ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ UP, ADS എന്നിവർ സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. കാറുടമയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആദ്യം സൽമാൻ എന്ന വ്യക്തിയിലേക്കും പിന്നീട് പുൽവാമ സ്വദേശിയായ താരിഖിലേക്കും എത്തുകയായിരുന്നു. വ്യാജരേഖകൾ ഉപയോഗിച്ച് വാഹനം പലതവണ വിറ്റതായി റിപ്പോർട്ടുണ്ട്. ഇത് അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. കാറിൻ്റെ യഥാർത്ഥ ഉടമയെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഭീകരാക്രമണമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. അമോണിയ നൈട്രേറ്റാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ UAPA വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തുടനീളം പരിശോധന നടക്കുകയാണ്. കേരളത്തിലും പരിശോധന വ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളും പരിശോധന നടക്കുന്നുണ്ട്.